ചേലക്കര ഇപ്പോൾ ബൈ ഇലക്ഷൻ വരാൻ പോവുകയാണ്. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷകൾ? ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലുണ്ടായിട്ടുള്ള വിജയം മറ്റുള്ളവർക്ക് അപ്രതീക്ഷിതമായിരുന്നുവെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3-4 വർഷക്കാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ കാണുന്നത്. അതോടൊപ്പം കേരളം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികൾ, ആ മുന്നണികളുടെ ദുർഭരണത്തിൽ മനമെടുത്തിട്ടുള്ള ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഈ പ്രദേശത്തും KK ബാലകൃഷ്ണൻ തൊട്ട് K രാധാകൃഷ്ണൻ വരെയുള്ള നിരവധി മന്ത്രിമാർ രണ്ട് മുന്നണികളിലുമായിട്ട് ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകളാണ്. പക്ഷേ ചേലക്കരയുടെ വികസനം ഇപ്പോഴും ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലം, ഇവിടെ ഒരു വീടിൻ്റെ താക്കോൽദാനം നടക്കുന്ന ദിവസമാണ്. ഒരർത്ഥത്തിൽ സന്തോഷമുള്ള ദിവസമാണ്. അതേസമയത്ത് ഇങ്ങനെയുള്ള മന്ത്രിമാരൊക്കെ ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ചും ഇപ്പോഴും വീടില്ലാത്തവരായിട്ട് നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കഴിഞ്ഞ 75 കൊല്ലക്കാലത്തെ ഭരണം 1957 തൊട്ട് കേരളമുണ്ടായതിന് ശേഷമുള്ള ഇത്രയും 70 വർഷക്കാലം, ഈ 70 കാലത്തെ സംസ്ഥാനത്തെ ഭരണം, ഇതിനൊക്കെ എതിരായിട്ടുള്ളൊരു ജനവിധി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. തൃശ്ശൂരിലെ വിജയം തൃശ്ശൂരിൽ മാത്രം അവസാനിക്കുന്നതല്ല, അത് ചേലക്കരയിലും ആവർത്തിക്കപ്പെടും. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പിന്തുണ അത് BJPക്ക് ഏറി വരുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി എല്ലാവരോടും ഒപ്പം എല്ലാവരുടെയും വികസനം എന്നുള്ള ആശയമാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിട്ടുള്ളത്. സബ്കാ സാത്ത് സബ്കാ വികാസ്. അതിൽ എല്ലാവർക്കും വീട് നൽകാൻ, എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാൻ, എല്ലാ വീടുകളിലും സൗജന്യമായിട്ട് പാചകവാതകം എത്തിക്കാൻ, ഇതിനൊക്കെയുള്ള പരിശ്രമം നടക്കുമ്പോൾ ആ അർഹരായിട്ടുള്ള ആളുകളുടെ ജാതിയും സമുദായവും നോക്കിയിട്ടുള്ള ഒരു വേർതിരിവും ഭാരതീയ ജനതാ പാർട്ടി കാണിച്ചിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും കാണിച്ചിട്ടില്ല. അത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് കേരളത്തിലെയും ചേലക്കരയിലും ഉൾപ്പെടെയുള്ള എല്ലാ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് BJPയെക്കുറിച്ച് മറ്റുള്ളവർ നടത്തുന്ന കുപ്രചരണങ്ങൾ, ആ കുപ്രചരണങ്ങൾ എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. BJPയെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതിന് പകരം നേരിട്ട് അവരുടെ അനുഭവങ്ങളിലൂടെ BJPയെ മനസ്സിലാക്കാൻ ജനങ്ങൾ സന്നദ്ധരാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് തൃശ്ശൂരിലെ വിജയം. അത് ചേലക്കരയിലും സംഭവിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഈ പല ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാധാരണ നെയ്യാറ്റിൻകരയിൽ ഒരു പ്രാവശ്യം ഉണ്ടായ സമയത്ത് മാത്രമാണ് O രാജഗോപാലിന് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. പക്ഷെ അത് മറ്റ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇത്തവണ അതിൽ നിന്ന് വലിയൊരു വ്യത്യാസം ഉണ്ടാകും. നെയ്യാറ്റിൻകര മാത്രമല്ല, താങ്കൾ പറയുന്ന കാര്യം ഒരുപക്ഷേ 2010 മുമ്പുള്ള കാര്യമാണ്. കഴിഞ്ഞ 15 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ മിക്കവാറും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും BJP വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. അത് നെയ്യാറ്റിൻകരയിലുണ്ടായിട്ടുണ്ട്, അരുവിക്കരയിലുണ്ടായിട്ടുണ്ട്, മറ്റ് നിരവധി സ്ഥലങ്ങളിലുണ്ടായിട്ടുണ്ട്. ചേലക്കരയും അതേ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. തൃശ്ശൂർ ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു പരാജയം സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോലും VS സുനിൽകുമാർ പൂരം കലക്കിയതിൻ്റെ പേരിലാണ് BJP അത് മുതലെടുത്തു എന്നുള്ള രീതിയിലുള്ളൊരു പ്രചരണം വ്യാപകമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരാജയത്തിൻ്റെ ആ ഒരു വിഷമത്തിൽ നിന്ന് അദ്ദേഹം ഇപ്പോഴും പുറത്തേക്ക് പോന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വിഷമം കാരണം അദ്ദേഹത്തിന് അങ്ങനെയുള്ള പലതും പറയുന്നുണ്ടാവുമായിരിക്കും. ഈ പാർട്ടികളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ആരാണ് ഹൈന്ദവ ആചാരങ്ങളെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അത് ശബരിമല തൊട്ട് ഏറ്റവും ഒടുവിൽ ഇന്നലെ വരാഹമൂർത്തിയെ, മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വരാഹമൂർത്തിയെ അപമാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. BJPക്കാരെ ഏതെങ്കിലും ഒരു ക്ഷേത്രോത്സവം അലങ്കോലപ്പെടുത്തി, ഹിന്ദു ആചാരം അലങ്കോലപ്പെടുത്തി എന്നുള്ള
ആക്ഷേപം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സമനില തെറ്റിയതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. സന്തോഷമുള്ള ഒരു അവസരത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. നിഷ ശശി ദമ്പതികൾക്കും അവരുടെ 3 മക്കൾക്കും വേണ്ടി ഈ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള നാട്ടുകാരെല്ലാവരും ചേർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും മഹിളാ മോർച്ചയും മുൻകൈ എടുത്തുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ താക്കോൽ ദാനം നടത്താൻ ഇന്ന് എനിക്ക് അവസരം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ രാജ്യത്ത് വീടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാകരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം പല ഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ 3-ാം തവണയും ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിലെടുത്ത തീരുമാനം ഈ രാജ്യത്തെ 3 കോടി ആളുകൾക്ക്, ഇതിനു മുൻപ് അനുവദിച്ചതിന് പുറമെ 3 കോടി ആളുകൾക്ക് വീടുകൾ നൽകുക എന്നുള്ളതായിരുന്നു. ഈ വീടുകൾ നൽകുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി എടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വീട് ഗൃഹനാഥയുടെ പേരിലായിരിക്കും എന്നുള്ളതാണ്. ഇവിടെയും മഹിളാ മോർച്ചയാണ് മുൻകൈ എടുത്തത് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിഷ ശശി ദമ്പതികൾ എന്ന് ഞാൻ പറയാൻ കാരണം. സാധാരണ നമ്മുടെ നാട്ടിൽ ശശിയും നിഷയുമാണ് പറയുന്നത്. അതുകൊണ്ട് ഗൃഹനാഥയ്ക്ക് പ്രാധാന്യം നൽകണം എന്നുള്ള, പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള പ്രധാനമന്ത്രിയുടെ നിലപാട്, ആ നിലപാട് അനുസരിച്ചിട്ട് തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. കാരണം സർക്കാരിൻ്റെ മാത്രം പരിശ്രമം കൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. സമൂഹവും സർക്കാരിനോടൊപ്പം ചേർന്ന് പരിശ്രമിക്കുന്നതിലൂടെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുക. ആ കാര്യത്തിൽ ഈ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള നിരവധി ആളുകൾ അവരുടെ അക്ഷീണമായിട്ടുള്ള പരിശ്രമവും അതോടൊപ്പം അവരുടെ എല്ലാ തരത്തിലുമുള്ള പങ്കാളിത്തവും പിന്തുണയും, ആ പിന്തുണ ഇവിടെ ഈ വീടുണ്ടാകുന്നതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി അർഹിക്കുന്നത് അവരെല്ലാവരുമാണ്. സമൂഹം ദുർബലരായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സമൂഹം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥത്തിൽ സമൂഹമായിട്ട് മാറുന്നത്. ഒറ്റപ്പെട്ട വ്യക്തികളായിട്ട് സ്വാർത്ഥ ചിന്തകളുള്ള ആളുകളായിട്ട് നിൽക്കുന്നതിന് പകരം എല്ലാവരും പരസ്പരം സ്നേഹത്തോടുകൂടി മറ്റുള്ളവരുടെ ദുഃഖവും കണ്ണീരും ഒപ്പാനുള്ള മനസ്സുള്ളവരായിട്ട്, സന്മനസ്സുള്ളവരായിട്ട് നമ്മുടെ സമൂഹം മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാടിൻ്റെ പുരോഗതി ഉണ്ടാവുന്നത്. അതിന് പങ്കാളികളായിട്ടുള്ള ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും അവിടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ എനിക്ക് അവസരം തന്നിട്ടുള്ള സംഘാടകർക്ക് കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു.